പ്രിയ സ്നേഹിതരെ, സുഖമല്ലേ? നേരിട്ട് നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ആകാം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ. ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. ഇന്ന് സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായം 39-ാമത്തെ തിരുവചനമാണ്. ഈ വചനം പറഞ്ഞിരിക്കുന്നത് യേശുനാഥനാണ്. അദ്ദേഹം ലാസറിന്റെ ശവക്കല്ലറയ്ക്ക് അരികിലെത്തിയതിനു ശേഷം ആദ്യം പറയുന്ന ഒരു വാക്കാണ് ആ കല്ല് എടുത്തു മാറ്റുക. ഒരുപക്ഷെ ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി യേശുവിന് വേണമെന്നുണ്ടെങ്കിൽ ലാസറിൽ നീ പുറത്തേക്ക് വരിക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ നിന്ന ജനക്കൂട്ടത്തിനോട് യേശു പറഞ്ഞത് ആ കല്ല് എടുത്തു മാറ്റുക എന്നുള്ളത്. അവിടെ രണ്ട് സന്ദേശം നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഒന്ന്, ഏതൊരു പ്രവർത്തനവും നടത്തണമെന്നുണ്ടെങ്കിൽ, ഏതൊരു പ്രവർത്തനവും വിജയത്തിലെത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടി ഒരു പങ്കാളിത്തം ആവശ്യമാണ്. അതുകൊണ്ടാണ് കല്ലെടുത്ത് മാറ്റാനായിട്ട് പറഞ്ഞത്. രണ്ടാമത്തേത് ഈ കാലഘട്ടത്തിലുള്ള നമ്മൾക്ക് നൽകുന്ന സന്ദേശമാണ്. കാരണം നമ്മളുടെയും ജീവിതത്തിൽ നമ്മളുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന, നമ്മളുടെ മാനസിക സംഘർഷത്തിന് കാരണമാകുന്ന, അതല്ലെങ്കിൽ നമ്മുടെ കരിയറിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന, നമ്മുടെ ബന്ധങ്ങൾ തകർക്കുന്ന കല്ലുകളുണ്ട്. ആ കല്ലുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കല്ലുകൾ മാറ്റുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിലും ഉയർച്ചയുണ്ടാകും. പ്രിയമുള്ളവരെ, എന്താണ് നമ്മളുടെ ജീവിതത്തിലെ കല്ലുകൾ? ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന കല്ലുകൾ സംശയമാകാം. ഇനി കരിയറിലാണെങ്കിൽ നമ്മൾക്ക് തടസ്സം നിൽക്കുന്ന കല്ലെന്ന് പറയുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മളുടെ അനാസ്ഥയോ അതല്ലെങ്കിൽ നമ്മളുടെ പിടിവാശിയോ അതുമല്ലെങ്കിൽ നമ്മൾ ലഹരി ഉപയോഗിക്കുന്നതോ ആകാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധങ്ങൾക്ക് തകർച്ച ഉണ്ടാകുന്നതിന്റെ കാരണം ചിലപ്പോൾ സംശയമാകാം. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മളുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന കാരണം എന്താണെന്ന് ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് ഒരു ആത്മശോധന നടത്തിയിട്ട് ആ കല്ലെടുത്ത് മാറ്റുവാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിലും ഉയർച്ചയുണ്ടാകും. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ, നമ്മൾക്ക് മാത്രമേ പ്രതിസന്ധിയുള്ളൂ. അങ്ങനെയല്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാവർക്കും ഉണ്ട്. അവരൊക്കെയും അതിനെ ആത്മവിശ്വാസത്തോടു കൂടി അതിനെ അഭിമുഖീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രശ്നങ്ങളിൽ വിഷമിച്ച് അതിൽ നിന്നും ഒളിച്ചോടുകയോ അതല്ലെങ്കിൽ അതിൽ തന്നെ ചിന്തിച്ച് എനിക്കിനി യാതൊരു വിധത്തിലുള്ള പ്രതിവിധിയുമില്ല എന്ന് സങ്കടപ്പെടുകയല്ല. നമ്മളുടെ പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഒരുപക്ഷെ നമ്മൾക്ക് സാധിക്കത്തില്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളെ കൊണ്ടോ അതല്ലെങ്കിൽ നമ്മളെക്കാളും അറിവുള്ള വ്യക്തികളെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയല്ലേ വേണ്ടത്? നമ്മളൊക്കെ മനുഷ്യരല്ലേ. അതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ എന്താണ് പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് മനസ്സിലാക്കി ആ കാരണം ഉന്മൂലനം ചെയ്തുകൊണ്ട് നമ്മളുടെ വളർച്ച അവിടെ ത്വരിതപ്പെടുത്തണം. നമ്മളുടെ ഉയർച്ച, നമ്മളുടെ സമാധാനം, നമ്മളുടെ സന്തോഷം അത് മുഖ്യ കാരണമായിരിക്കണം. അതായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് പിടിവാശികളെല്ലാം മാറ്റി നമ്മളുടെ തളർച്ചയ്ക്ക് കാരണമാകുന്ന എല്ലാ കാരണങ്ങളെയും മാറ്റി നമ്മൾക്ക് ഉയർച്ചയിലേക്ക് വരാം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും നേരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു സന്ദേശമായി നമുക്ക് നാളെ കാണാം. അതുവരെയും എല്ലാ നന്മകളും നേരുന്നു.